ശബരിമല തീർത്ഥാടകർക്ക് ദുരിതമാകും. മണ്ഡലകാലത്തിനു മുൻപ് പൂതമൺ പാലം തുറക്കില്ല. മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഇക്കുറിയും പൂതമൺ പാത വഴി അയ്യപ്പന്മാരുടെ യാത്ര കഠിനമായി തുടരും. കഴിഞ്ഞ 3 വർഷത്തിലധികമായി തീർത്ഥാടകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ സീസണിലും ശമനം ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായതായി അജിത് കുമാർ പറഞ്ഞു. 2023 ജനുവരി 25-നാണ് ഈ പൂതമൺ പാലത്തിൻ്റെ ബലക്ഷയം കണ്ടെത്തുകയും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂതമൺ പാലം ഈ തരത്തിലെ ഗതാഗതത്തിന് യോഗ്യമല്ല എന്ന് കണ്ടെത്തുകയും അത് നിരോധിക്കുകയും ചെയ്തത്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഒരു ഇച്ഛാശക്തി ഇല്ലായ്മയോ അല്ലെ ഗവൺമെന്റിന്റെ ഒരു അലസതയോ ആണ് ഈ പാലത്തിന്റെ ബലക്ഷയം പോലും ഉണ്ടാവാൻ കാരണം ഈ ശബരി പാതയിൽ ഉൾപ്പെടുന്നതായ ഈ പ്രധാന പാത അത് പുതിയ രീതിയിൽ നല്ല രീതിയിൽ ടാർ ചെയ്ത് അതിന്റെ വികസനം നടത്തിയ സമയത്തെ അതേപോലെ അതായത് 60 വർഷം പഴക്കമുള്ള പാലം അതേപോലെ നിലനിർത്തിയ 2 വശങ്ങളിലും കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ നടുവിലുണ്ടായിരുന്നതായ ആ പഴയ പാലമാണ് അതിന് ഇരുത്തി അതിന്റെ ബലക്ഷയം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആ സമയത്ത് തന്നെ പുതിയ പാലമാണെന്ന് പണിതിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള ഒരു തടസ്സം ഉണ്ടാവുകയില്ലായിരുന്നു. ഇത് ഇങ്ങനെ ഒരു പാലത്തിന് ബലക്ഷയം വന്ന് ഗതാഗതം നിരോധിച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഒരു സമാന്തര പാത പോലും നിർമ്മിക്കുവാൻ സർക്കാർ തയ്യാറായത്. ഒരു മെല്ലപ്പോക്ക് നയമാണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാര് ആശ്രയിക്കുന്നതായ ഈ പാത കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുമ്പ് തുറന്നു കൊടുക്കും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ആ പ്രസ്താവന അദ്ദേഹം വീണ്ടും ഇത്തവണ ആവർത്തിച്ചു. ശബരിമല പാതയിൽ കോഴഞ്ചേരി റാന്നി റോഡിലെ പൂതമൺ പാലത്തിന്റെ പണി ഡിസംബറിന് മുമ്പ് തീരുമെന്നാണ് ഒടുവിലായി അധികൃതർ പറയുന്നത്. എന്നാൽ നിലവിലെ പണികൾ കണ്ടാൽ മകരവിളക്ക് കഴിഞ്ഞാലും പാലം വഴി വാഹനം ഓടുന്ന സ്ഥിതി കാണുന്നുമില്ല. 3 വർഷങ്ങൾക്ക് മുൻപ് ശബരിമല മണ്ഡല മകരവിളക്ക് കഴിഞ്ഞ ശേഷം ജനുവരിയിലാണ് പൂതമൺ പാലം വിള്ളൽ കണ്ടെത്തിയത്. ഏറെക്കാലം അടച്ചിട്ടതിനു ശേഷം താൽക്കാലിക പാലത്തിന്റെ പണി ആരംഭിച്ചു. 30 ലക്ഷത്തിലധികം രൂപ ചെലവിൽ താൽക്കാലിക പാലം നിർമ്മിച്ചെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. ചെറിയ മഴയ്ക്ക് പോലും വെള്ളം കയറും. പ്രതിഷേധത്തെ തുടർന്നാണ് താൽക്കാലിക പാത നിർമ്മിച്ചത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാത കൂടിയാണിത്. എരുമേലിയിലേക്കും പമ്പയിലേക്കും ചെങ്ങന്നൂർ, തിരുവല്ല, ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ പത്തനംതിട്ടയിലെ തിരക്കിൽപ്പെടാതെ എളുപ്പവഴിയായി ഇതാണ് ഉപയോഗിച്ചു പോരുന്നത്. എന്നാൽ പാലം തകർന്നതോടെ 3-ാം വർഷവും അയ്യപ്പന്മാരുടെ ബുദ്ധിമുട്ടുകൾ മാറില്ലെന്ന അവസ്ഥയായിരിക്കുകയാണ്. ശബരിമലയിലെ മണ്ഡല കാലം കഴിഞ്ഞ് ഒരു ജനുവരി മാസം 23-ാം തീയതിയാണ് പൂതമൺ പാലത്തിലെ വിള്ളൽ ആദ്യമേ കണ്ടെത്തുന്നത്. അതിനുശേഷം പല പരിപാടികൾ നടത്തി താൽക്കാലിക പാലം നിർമ്മിച്ചു. അതിനുശേഷം അത് ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പണി ആരംഭിച്ചിട്ട് തന്നെ 2 വർഷമായി. ഇതുവരെയും അത് പൂർത്തീകരിക്കുവാനുള്ള ഒരു നടപടിക്രമങ്ങളും ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഉള്ള റോഡിൽ നിന്ന് ഏതാണ്ട് 4 അടി ഉയരത്തിലാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കുന്ന റോഡിലെ അതിന്റെ സബ് റോഡുകളുമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും കുറഞ്ഞത് ഇതുവരെയുള്ള കണക്ക് വെച്ച് പരിശോധിച്ചാൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുത്തെങ്കിലേ അടുത്ത മണ്ഡലകാലത്തേക്ക് മാത്രമേ ആ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകൂ എന്നുള്ളത് ശരിക്കും പരാജയം തന്നെയാണ്. അയ്യപ്പ ഭക്തരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത്. എത്രയോ വാഹനങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് എരുമേലിക്ക് പോകുന്ന വാഹനം ഉൾപ്പെടെ കടന്നു വരുന്ന ഒരു സംസ്ഥാന പാതയുടെ സ്ഥിതിയാണിത്. എന്തായാലും ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യാത്രക്കാരുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യം. അതാണ്.